ഹായ് ഹുമാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള പിള്ളേരെ പച്ചക്കറി കഴിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ലറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതിനൊക്കെ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സവാള കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ ആവശ്യമുള്ള പൊടികൾ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ ഡ്രൈ മാംഗോ പൗഡർ എടുത്തിട്ടുണ്ട്, അത് 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് മുക്കി പൊരിക്കാൻ വേണ്ടി മുട്ടയല്ല യൂസ് ചെയ്യുന്നത്, മൈദയാണ്. മൈദ ആവശ്യമുണ്ട്. പിന്നെ ബ്രെഡ് പൊടിച്ചതും ആവശ്യമുണ്ട്. അപ്പോൾ മൈദ എങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് ദോശയ്ക്കൊക്കെ കലക്കിയെടുക്കുന്ന പോലെ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കണം. ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചീനച്ചട്ടി ചൂടാക്കി അഥവാ ഒരു പാൻ ചൂടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് സവോള ചേർക്കാം, നമ്മുടെ ഉപ്പും ചേർക്കാം. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ഉടനെ തന്നെ ക്യാരറ്റ്, ബീൻസ് അത് നന്നായിട്ട് വഴറ്റണം. അടുത്ത് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് അരിഞ്ഞത് കാരണം പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളെല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ പൊട്ടറ്റോ ചേർക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് വഴറ്റണം. പൊട്ടറ്റോ ഈ പച്ചക്കറിയും പൊടിയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ആ കട്ലറ്റിന് കിട്ടുള്ളൂ. അപ്പോൾ പൊട്ടറ്റോ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിയിലയും ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഉരുളകളാക്കി മാറ്റി വെച്ചതിന് ശേഷം കൈക്കുള്ളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം, ചെറുതായിട്ടൊന്ന് അമർത്തിയെടുക്കണം. എന്നിട്ട് നമുക്കത് മൈദമാവിൽ മുക്കി ബ്രെഡ് പൊടി കൊണ്ട് മൂടി പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയിൽ ഇടണം. ഇട്ടിട്ട് 2 വശവും മറിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ നിറം എന്ന് വെച്ചാൽ ഗോൾഡൻ കളറും അല്ല ബ്രൗൺ കളറും അല്ല, അങ്ങനെ ഒരു നിറമാകുമ്പോൾ നമുക്കത് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ലറ്റ് നമുക്ക് കിട്ടും. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ. ഹായ് ഹുമാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും